മല്ലു വേൾഡ് വൈഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇറ്റലിയിലെ ഒരു എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യുന്ന എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്ന്. സോ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് വേണ്ട ഡോക്യുമെൻറ്റ്സ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തതാണ് പെട്ടെന്ന്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ്. നമുക്ക് ആദ്യ ഡോക്യുമെൻറ്റ്സിലേക്ക് പോകാം. കോഡിച്ച് ഫിസ്കാലെ എന്നാണ്. ഇറ്റാലിയൻ ഫിസിക്കൽ കോഡെന്നും പറയും, അല്ലെങ്കിൽ ടാക്സ് കോഡെന്നും പറയും. അപ്പോൾ ഇത് അത്യാവശ്യമുള്ളൊരു കോഡാണ്. നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ ലോഡിങ് കുറച്ച് പ്രോബ്ലം ഉണ്ട്, നെറ്റ് സ്ലോ ആണ്. ഓക്കെ, ഗൂഗിളിൽ കോഡിച്ച് ഫിസ്കാലെ എന്ന് അടിക്കുക. അപ്പം തന്നെ ഒരു പേജ് ഓപ്പൺ ആവും. അത് മാക്സിമം ഇറ്റാലിയനിലായിരിക്കും പേജ് ഓപ്പൺ ആവുന്നത്. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് കൊടുത്താൽ ഇപ്പം പേജ് ഫുള്ള് ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ആവും. എന്നിട്ട് ടാക്സ് കോഡ് കാൽക്കുലേഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ടാക്സ് കോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നെറ്റ് കുറച്ച് സ്ലോ ഉണ്ട്. ഞാൻ ഓൾറെഡി പേജ് ലോഡാക്കി ഇട്ടിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലോട്ടാവും. എന്നിട്ട് അതിൽ സർനെയിം എന്നത് നിങ്ങളുടെ പാസ്പോർട്ടിൽ കിടക്കുന്ന ഡീറ്റെയിൽസ് വേണം അടിക്കാൻ. അപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. സർനെയിം, ഓക്കെ, അടുത്ത് ഫസ്റ്റ് നെയിം, ദെൻ ഡീറ്റെയിൽ, ബർത്ത് പ്ലേസ് എപ്പോഴും ശ്രദ്ധിക്കുക, ഇന്ത്യ എന്ന് കൊടുക്കുക. ഇതിൽ ടാക്സ് കോഡ് ക്രിയേറ്റ് ചെയ്യുക. സോ ഇന്ത്യ എന്ന് കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ദ ടാക്സ് കോഡ്. അപ്പോൾ എന്താ കോഡിച്ച് ഫിസ്കാലിൽ നിന്ന് നടക്കുന്നു. അതിൽ കിടക്കുന്ന ഫസ്റ്റാണ് ടാക്സ് കോഡ്. ഇതെപ്പോഴും ഇവിടുത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുക. കാര്യം നമ്മൾ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരും. ഇല്ലെങ്കിൽ അപ്പോഴും വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് പിന്നീട് യൂസ് ആവും. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. സോ ഇപ്പോൾ ഇതിനെ സേവ് ചെയ്ത് വെക്കുക. സോ നമുക്കിനി നെക്സ്റ്റ് റെക്കമെൻഡേഷൻ ലെറ്റർ. അപ്പം റെക്കമെൻഡേഷൻ ലെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പം പഠിച്ച കോളേജോ അല്ലെങ്കിൽ UG ആണെങ്കിൽ സ്കൂളോ പോയി ഒരു സാറ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ആ കോളേജ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്യണതായിട്ടൊരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. അതാണ് റെക്കമെൻഡേഷൻ ലെറ്റർ. അപ്പം അതിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. കാര്യം എൻ്റെ കോളേജിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി പുള്ളി വാങ്ങിച്ചത് മോഡൽ എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഞാനതിപ്പം കാണിച്ചു തരാം. അപ്പം അതാണ് റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് റെക്കമെൻഡേഷൻ ലെറ്റർ. ഇതിപ്പം ഞാൻ പഠിച്ചത് എൻ്റെ കോളേജിൽ നിന്നുള്ളൊരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാണ്. പുള്ളി അവിടുത്തെ പ്രൊഫസറിനെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ ആരെങ്കിലും കൊണ്ട് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഞങ്ങളിപ്പോൾ അവിടെ പഠിക്കാൻ പോവുകയാണ് എന്നുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ. അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡൽ. ദെൻ നെക്സ്റ്റ് മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ. എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു IELTS ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. IELTS എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ IELTS ഉള്ളവർക്ക് മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമില്ല. കാര്യം പഠിച്ച കോഴ്സ് ഇംഗ്ലീഷിലാണോ എന്ന് ഒരു സർട്ടിഫിക്കറ്റാണ്. അതിപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പോയിട്ട് ഇതേപോലെ നമ്മൾ പഠിച്ച കോഴ്സ് പഠിച്ച കോഴ്സ് ഇന്ന വർഷം ഇന്ന കോഴ്സ് ഇംഗ്ലീഷിലാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്സിനാണ് മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അത് നിങ്ങൾ പഠിച്ച കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ പോയി ചോദിച്ചാൽ മതി, മിക്കയിടത്തും കിട്ടും. അതിൻ്റെ ഞാനൊരു മോഡൽ ഫ്രണ്ട് വാങ്ങിയത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതും കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് എങ്ങനെയാണെന്ന് സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇപ്പം കാണിച്ചു തരാം. സോ ഇതാണ്. ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന ഇയറിൽ ഇന്ന കോഴ്സ് ത്രൂ ഇംഗ്ലീഷിലാണെന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേണ്ടത് ഫോട്ടോയുടെ സൈസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 35x45 mm. ഫേസ് 60% സൂം ആയിരിക്കണം. ഇത് ഓൾറെഡി നിങ്ങൾ ഗൂഗിളിൽ തന്നെ നോക്കിയാൽ മതി. ഇറ്റാലിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സൈസും എല്ലാം ഗൂഗിളിൽ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡിയോസിലും വിസയ്ക്ക് പർപ്പസായ ഫോട്ടോസിൻ്റെ ഒരു മോഡലുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം മോഡലിന് വേണ്ടി. അപ്പോൾ അതാണ് ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത്. ഇതാ കണ്ടല്ലോ, ഇതാണ് സാമ്പിൾ ഫോട്ടോ. അതിൻ്റെ സൈസ് കണ്ടല്ലോ, ഫേസ് സൂം ആയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫോട്ടോ.
ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് അതിപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, അപ്പം അല്ലെങ്കിൽ ഏത് സബ്ജക്ട്സാണ്, അതിനെക്കുറിച്ചുള്ളൊരു ഒരു കുറിപ്പെന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് ഒരു വേർഡിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് വേർഡ്സുകളൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കാര്യം ചില യൂണിവേഴ്സിറ്റിയിൽ അത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ചിലയിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. അത് നിങ്ങൾ ഗൂഗിളിൽ തന്നെ നോക്കിയാൽ മതി, ഒരുപാട് സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് പാസ്പോർട്ടിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട, പാസ്പോർട്ട് എന്താണെന്ന് അറിയാം. സോ പാസ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ പോയി നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളെ എന്താ പറയുക, നമ്മുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം കൂടി ചേർന്ന് ഒരു മോഡലിനെ ഞാൻ കാണിച്ചു തരാം. മാർക്ക് ലിസ്റ്റ് എല്ലാം കൂടി വരുന്ന ഒരു കൺസൾട്ടൻറ്റ് ഷീറ്റ്, അതിൻ്റെ ഈക്വൽ ടു കൺസൾട്ടൻറ്റ് ഷീറ്റ് പോലെ ഇരിക്കും. ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയ കൺസൾട്ടൻറ്റ് ഷീറ്റ് കാണിച്ചു തരാം. അതുപോലെ തന്നെയാണ് ട്രാൻസ്ക്രിപ്റ്റ്. ഇപ്പം കാണിച്ചു തരാം. ഇതാണ് കൺസൾട്ടൻറ്റ് ഷീറ്റ്. ഇതുപോലെ തന്നെയാണ് ട്രാൻസ്ക്രിപ്റ്റ് ഇരിക്കുന്നത്. ഇതിപ്പം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിന് കിട്ടിയില്ലെങ്കിലും പിന്നീട് അത് അത്യാവശ്യമാണ്. ഇപ്പം അപ്ലൈ ചെയ്യാൻ കൺസൾട്ടൻറ്റ് ഷീറ്റ് വെച്ച് അപ്ലൈ ചെയ്താലും മതി. സോ ഇതാണ് ട്രാൻസ്ക്രിപ്റ്റ്. സോ ദെൻ വേണ്ടത് നമുക്ക് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത്. അപ്പം ട്രാൻസ്ക്രിപ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ UG ആണെങ്കിൽ 10th +2, മാസ്റ്റേഴ്സാണ് PG ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, പിന്നെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് കയ്യിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. കാര്യം അതൊരു പ്രൊഫൈലിന് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം ചിലപ്പം പെർസെൻറ്റേജ് കുറഞ്ഞുള്ളവർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. സോ ദെൻ ബയോഡാറ്റ യൂറോപ്യൻ സ്റ്റൈലിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കാര്യം ചിലയിടത്ത് ബയോഡാറ്റ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ചിലയിടത്ത് ആ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി വരിക. സോ അതുകൊണ്ട് ബയോഡാറ്റ എപ്പോഴും നമ്മൾ ഓൾറെഡി എല്ലാവരും ബയോഡാറ്റാസ് പഠിച്ചിറങ്ങിയവരെല്ലാവരും ബയോഡാറ്റാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. സോ അപ്പം ഇതൊക്കെയാണ് നമുക്കൊരു ഇറ്റലിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ടാക്സ് കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ കണക്ക് ഞാൻ താഴെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡോക്യുമെൻറ്റ്സുകളെല്ലാം PDF ഫോർമാറ്റാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് ഇറ്റലിക്ക് അപ്ലൈ ചെയ്യേണ്ട. നമുക്ക് ആദ്യമായി നമുക്ക് ഇറ്റലിയിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടി അപ്ലൈ വേണ്ട ഡോക്യുമെൻറ്റ്സുകൾ. ഓക്കെ, അപ്പം ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്കൊരു കോളേജിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്, ഇപ്പോൾ ഓണായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ എൻ്റെ കോൺടാക്ട്സ് നമ്പറും ഒരു ടെലഗ്രാമിലൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പും ലിങ്ക് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് ചോദിക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. നിങ്ങൾക്ക് ആ വീഡിയോസ് അപ്പം തന്നെ കണ്ട് മനസ്സിലാക്കാം. സോ നെക്സ്റ്റ് വീഡിയോ വരും വരെ ബൈ.